സജീവമല്ലാതായി വർഷങ്ങൾ പിന്നിട്ടിട്ടും നടി ദിവ്യ ഉണ്ണിയെ പിന്തുടരുന്ന ചില ആരോപണങ്ങളുണ്ട്. അന്തരിച്ച നടൻ കലാഭവൻ മണിയെ അവഗണിച്ചു എന്നതുമായി ബന്ധപ്പെട്ടതാണ് ഈ ആരോപണങ്ങളിൽ പലതും. ദിവ്യ ഉണ്ണിയുടെ നായിക അരങ്ങേറ്റ ചിത്രമായ കല്യാണ സൗഗന്ധികത്തിലെ ഒരു ഗാനരംഗത്തിൽ കലാഭവൻ മണിയുമായി പ്രണയരംഗങ്ങൾ ഉള്ളതുകൊണ്ട് അതിൽ അഭിനയിക്കില്ലെന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞുവെന്നാണ് അതിലൊരു ആരോപണം. മറ്റൊന്ന്, കലാഭവൻ മണിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ നായികയാകാൻ താൻ ഇല്ലെന്ന് നടി നിലപാടെടുത്തു എന്നതുമാണ്. ഈ ആരോപണങ്ങൾ കാരണം സമീപകാലത്തും ദിവ്യ ഉണ്ണി സമൂഹ മാധ്യമങ്ങളിലൂടെ കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ എല്ലാ ആരോപണങ്ങൾക്കും വ്യക്തമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഈ രണ്ട് ചിത്രങ്ങളുടെയും സംവിധായകനായ വിനയൻ. ദിവ്യ ഉണ്ണിയെക്കെതിരെയുള്ള വിമർശനങ്ങളിൽ യാതൊരു കഴമ്പുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ കലാഭവൻ മണിയുടെ നായികയാവാനില്ലെന്ന് പറഞ്ഞത് ദിവ്യ ഉണ്ണി അല്ലെന്ന് വിനയൻ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറഞ്ഞു. കല്യാണ സൗഗന്ധികം എന്ന സിനിമയെക്കുറിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് താരെ ഒരു ആരാധകൻ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. കലാഭവൻ മണിയുടെ നായികയാകാൻ ഒരു നടിക്ക് താല്പര്യമില്ലെന്ന് വിനയൻ സർ പറഞ്ഞത് ഈ സിനിമയെക്കുറിച്ചല്ലേ എന്നായിരുന്നു ആരാധകന്റെ ചോദ്യം. ഇതിന് മറുപടിയായി വിനയൻ കുറിച്ചത് ഇങ്ങനെയാണ്: അത് ഈ സിനിമയല്ല, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലാണ് പ്രശസ്തയായ ഒരു നടി അങ്ങനെ പറഞ്ഞത്. ആ നായിക നടിയുടെ പേര് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. കല്യാണ സൗഗന്ധികം സിനിമയിലെ സംഭവത്തെക്കുറിച്ചും വിനയൻ വ്യക്തത വരുത്തി. മണിച്ചേട്ടനുമായി പ്രണയരംഗങ്ങളുള്ള ഒരു പാട്ടാണ് എടുക്കാൻ പോകുന്നതെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞപ്പോൾ മണിച്ചേട്ടന്റെ കൂടെ ഞാനല്ല, എന്റെ ഹീറോ ദിലീപ് ചേട്ടനാണ് എന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞതിനെ കുറിച്ച് മണി ഒരു അഭിമുഖത്തിൽ തമാശ രൂപേണ അവതരിപ്പിച്ചിരുന്നു. ഇത് ശരിയായിരുന്നുവെന്നും വിനയൻ സമ്മതിച്ചു. ദിലീപിന്റെ നായികയാകാൻ ആദ്യമായി സിനിമയിലെത്തിയ ഒരു 14-കാരിയുടെ സ്വപ്നം നിറഞ്ഞ ആകാംക്ഷയായി മാത്രമേ താൻ അതിനെ കണ്ടിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതുമുഖമായ ദിവ്യയോട് സൗമ്യതയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർ അത് ചെയ്യുകയും ചെയ്തുവെന്ന് വിനയൻ ഓർമ്മിപ്പിച്ചു. കലാഭവൻ മണി കല്യാണ സൗഗന്ധികത്തിൽ ഉണ്ടായ കാര്യം തമാശയായി പറഞ്ഞതും വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലേക്ക് നായികയെ അന്വേഷിച്ചപ്പോൾ തനിക്കുണ്ടായ അനുഭവം പറഞ്ഞതും കൂട്ടിച്ചേർത്ത് ചിലർ എഴുതിയപ്പോഴാണ് ദിവ്യ ഉണ്ണിയിലേക്ക് ആ മുഴുവൻ ആരോപണം വന്നതെന്ന് വിനയൻ പറഞ്ഞു. വാസന്തിയും ലക്ഷ്മിയും എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞ നടി ഒരിക്കലും ദിവ്യ ഉണ്ണി അല്ലെന്നും ദിവ്യയോട് ആ ചിത്രത്തിൽ അഭിനയിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനു പുറമെ ചാലക്കുടിക്കാരൻ ചങ്ങായി എന്ന സിനിമയിൽ മണിയെ നിരാകരിച്ച നടിയുടെ വിഷയം താൻ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇപ്പോഴും പലരും പറയുന്ന ഒരു കാര്യത്തിന്റെ സത്യം എല്ലാവരും അറിയുവാൻ വേണ്ടിയാണ് ഇത്രയും എഴുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഷങ്ങളായി ദിവ്യ ഉണ്ണിയെ വേട്ടയാടുന്ന ഒരു ആരോപണത്തിന് ഇപ്പോൾ വിനയന്റെ ഈ വെളിപ്പെടുത്തലുകളിലൂടെ വിരാമമാവുകയാണ്. പൊതുസമൂഹത്തിലും സമൂഹ മാധ്യമങ്ങളിലും ദിവ്യ ഉണ്ണിക്ക് നേരിടേണ്ടി വന്ന കടുത്ത വിമർശനങ്ങൾക്ക് ഈ വിശദീകരണം ഒരു മറുപടിയാണ്. കലാഭവൻ മണി എന്ന മഹാനടനുള്ള ആരാധന അദ്ദേഹത്തിന്റെ സിനിമകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പൊതുബോധം സൃഷ്ടിച്ചു. എന്നാൽ ഈ വിഷയത്തിൽ മണിയോ വിനയനോ ആരെയും കുറ്റപ്പെടുത്തിയിരുന്നില്ല. ഒരു നടിക്ക് സിനിമയിൽ സ്വന്തം നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതെന്ന് ഇത്തരം സംഭവങ്ങൾ കാരണമാകുന്നു. ദിവ്യ ഉണ്ണിയുടെ സിനിമാ ജീവിതം പരിശോധിച്ചാൽ കല്യാണ സൗഗന്ധികത്തിന് ശേഷം തന്റെ കരിയറിൽ മണിയുമായി ചേർന്ന് പല സിനിമകളും ചെയ്യാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഈ വിവാദങ്ങൾക്ക് യാതൊരു കഴമ്പുമില്ലായിരുന്നുവെന്ന് അത് വ്യക്തമാക്കുന്നു. എന്നാൽ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിൽ മണിയുടെ നായികയാകാൻ വിസമ്മതിച്ച ആ നടി ആരാണെന്ന ചോദ്യം ഇപ്പോഴും വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. വിനയൻ ഇതുവരെ ആ നടിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് സിനിമയുമായി ബന്ധപ്പെട്ട മറ്റ് ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കും വഴി തുറന്നിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. വർഷങ്ങളായ ഒരു നടിക്ക് ഒരു വ്യക്തിക്കെതിരെയുള്ള ആരോപണങ്ങൾ കാരണം സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാതെയാണ് പലപ്പോഴും ഇത്തരം സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത്. വിനയനെ പോലുള്ള ഒരു സംവിധായകൻ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ടാണ് സത്യം പുറത്തു വന്നത്. കലാഭവൻ മണിയുടെ പേര് ഉപയോഗിച്ചത് കൊണ്ട് ദിവ്യ ഉണ്ണിയെ പോലുള്ള ഒരാളെ അപമാനിക്കാൻ ശ്രമിച്ചത് ശരിയല്ലെന്നും ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് ഈ ചർച്ചകൾ കൂടുതൽ സജീവമാകും. വിനയന്റെ പോസ്റ്റിൽ ആ നായിക ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ നിരവധി പേർ പങ്കുവച്ചിട്ടുണ്ട്. ആ നടിയുടെ പേര് വിനയൻ വെളിപ്പെടുത്തുമോ അതോ ആ രഹസ്യം അങ്ങനെ തന്നെ നിലനിൽക്കുമോ എന്നും കണ്ടറിയണം. ഏതായാലും ദിവ്യ ഉണ്ണിക്കെതിരെയുള്ള വർഷങ്ങളായിട്ടുള്ള ഈ ആരോപണത്തിന് ഒരു വ്യക്തത വന്നത് സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നു. കലാഭവൻ മണിയെപ്പോലുള്ള ഒരു നടന്റെ പേരിൽ ഒരു നടിക്ക് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നതും നിർഭാഗ്യകരമാണ്.